ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൈങ്ങോട്ട് നീട്ടേ. BP കൂടുതലാണല്ലോ. എന്തു പറ്റിയച്ചാ? BPയുടെ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ലേ? ആർക്കറിയാം, അതിങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും. എന്തെങ്കിലും കാര്യമില്ലാതെ BP ഇങ്ങനെ കൂടില്ല. നന്ദേട്ടനെ കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷനാണോ? അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. നന്ദേട്ടൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷന്റെ എല്ലാം കാരണം അർച്ചന തന്നെയാണെന്ന് ഞാൻ എങ്ങനെ ഇവളോട് പറയും? സത്യം എന്താണെന്ന് അർച്ചന അറിഞ്ഞാൽ പിന്നെ ഇവളുടെ കണ്ണീരും സങ്കടവും ഞാൻ കാണേണ്ടി വരും. അച്ഛൻ എന്തേ ആലോചിക്കുന്നേ? അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറയാനാ മോളെ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. പക്ഷേ അച്ഛൻ അത് പറയാതെ മനസ്സിൽ തന്നെ വച്ചേക്കുക. അത് എല്ലാം കൂടി ആലോചിച്ചുള്ള ടെൻഷനാണോ? അച്ഛാ, മനസ്സിലുള്ള ടെൻഷൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഉള്ളിലെ വിഷമം മാറും. നന്ദേണ്ട കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ ഇതല്ല. ഇപ്പൊ BP കൂടിയതിന് കാരണം മറ്റെന്തോ ആണ്. സത്യം പറയച്ചാ. പ്രത്യേകിച്ച് ഒന്നുമില്ല മോളെ. നന്ദന്റെ കാര്യവും സ്നേഹയുടെ കാര്യവും എല്ലാം കൂടി ആലോചിച്ചപ്പോ മനസ്സാകെ കൈവിട്ടുപോയി. ഈ വീടിനെ മൊത്തത്തിൽ എന്തോ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ എന്തേ പറഞ്ഞു വരുന്നേ? നമ്മളെല്ലാം ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാ. എല്ലാവർക്കും എപ്പോഴും നല്ലത് വരുത്തണമെന്നാ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അച്ഛാ, സ്നേഹയെ പോലെ എത്രയോ പെൺകുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അതെല്ലാം ദോഷം കൊണ്ടാണോ? ഒരിക്കലും അല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ശരീരത്തിൽ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും മാറ്റം കൊണ്ടൊക്കെ ഇത് സംഭവിക്കാം. പിന്നെ നന്ദേട്ടന്റെ അപകടം, അത് ദൈവം വിധിച്ചൊന്നുമല്ല. ആരോ മനഃപൂർവ്വം നന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതാ. എന്നിട്ടും ഭാഗ്യമുള്ളതുകൊണ്ടാ നന്ദേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇപ്പൊ കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നന്ദേട്ടൻ എഴുന്നേൽക്കുകയും ചെയ്യും. സംസാരിക്കാറാവുമ്പോ എന്താ സംഭവിച്ചെന്ന് നന്ദേട്ടൻ നമ്മളോട് പറയും. സത്യം എന്താന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും. മോള് പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ എന്തിനൊരു കാരണം വേണമല്ലോ. വെറുതെ ഒന്നും സംഭവിക്കില്ല. ദുരന്തങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നതിന്റെ പിന്നിലെ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. എന്താണെങ്കിലും അത് കണ്ടെത്തി അതിന് പരിഹാരം ചെയ്താൽ മാത്രമേ ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാവൂ.